കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയാങ്കല്ലിൽ നിന്നും തൃത്താല പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറേമ്പാടത്ത് നിന്ന് അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൗൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. TCV ന്യൂസ്, കുന്നംകുളം.